അയാൾ അങ്ങനെ ഉർവശി കൽപ്പനയോട് ചോദിക്കുകയാണ്, അല്ല എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ കൽപ്പന പറയുന്നുണ്ട്, നിങ്ങളുടെ മോനോട് തന്നെ ചോദിച്ചു നോക്കി എന്താ ഇവിടെ നടന്നത് എന്നൊക്കെ ഈ കൽപ്പനയും പറയാണ്. അപ്പോൾ ഉർവശി നേരെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട്, മോൻ എന്താ ഇവിടെ നടന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അതേ അമ്മേ, ഈ കണിമംഗലത്തിൻ്റെ എല്ലാ അവകാശവും ഇപ്പോൾ അമ്മക്കാണ്. അപ്പോൾ അമ്മയാണ് ഇവിടുത്തെ അധികാരം മുഴുവനും. അപ്പോൾ ഈ കൽപ്പനക്കും കൂടിയിട്ട് ഇതിൻ്റെ ഒരു അവകാശം വേണം, ഇവിടെ അവൾക്കും കൂടി ഒരു അധികാരം വേണം. അതിന് ഇവൾ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്താണെന്ന് നമുക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കയ്യിലുള്ള താലിമാല അങ്ങ് ഈ ഉർവശിക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, അമ്മേ ഇവൾ എന്നോട് പറയുകയാണ് ഇവിടുത്തെ അവകാശം അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവളെ എന്നോട് കല്യാണം കഴിക്കണമെന്ന്, അവളുടെ കഴുത്തിൽ താലി ചാർത്തിയാൽ അവൾക്ക് ഈ കണിമംഗലത്തിൻ്റെ അവകാശം കിട്ടുന്നു അവൾ എന്നോട് പറഞ്ഞു എന്നുള്ളൊരു കള്ളം തന്നെ ഈ ഗൗതം അങ്ങ് പറയാണ്. അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ ഈ ഉർവശി അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള മട്ടിലാണ് ഈ കൽപ്പൻ്റെ അടുത്തേക്ക് അങ്ങ് നോക്കുന്നത്. അപ്പോൾ തന്നെ കൽപ്പന പറയുന്നുണ്ട്, എൻ്റെ ചെറിയമ്മ ഇവനെ വിശ്വസിക്കരുത്, ഇവൻ കള്ളം പറയാണ്, ഇവനാണ് എന്നെ ബലമായിട്ട് അങ്ങ് താലി കെട്ടാൻ നോക്കിയത്, അല്ലാതെ ഞാനല്ല, ഇവൻ വെറും കള്ളാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന പറയുന്നുണ്ടെങ്കിൽ ഉർവശി വിശ്വസിക്കുന്നില്ല. എടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ചെകിട്ടത്തിട്ട് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ എനിക്ക് നന്നായിട്ട് അറിയാം, അവന് എത്രമാത്രം നല്ല സ്വഭാവമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ കൽപ്പന ഒരുപാട് പറയുന്നുണ്ട്, എൻ്റെ ചെറിയമ്മയെ നീ വിശ്വസിക്കരുത്. ഈ ഗൗതം കള്ളം പറയാണ്, അവനോട് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അവനാണ് എന്നെ ബലമായിട്ട് താലി കെട്ടാൻ നോക്കിയത്. എന്നിട്ട് ഇവൻ കള്ളം പറയാണ്, അത് വിശ്വസിക്കല്ലേ എന്ന് ഒരുപാട് വട്ടം കൽപ്പന പറയുന്നുണ്ടെങ്കിലും ഉർവശി അത് വിശ്വസിക്കുന്നില്ല. അപ്പോഴാണെങ്കിൽ ഗൗതം പറയുന്നുണ്ട്, എൻ്റെ അമ്മേ, നമ്മൾ ഒരുപാട് വിശ്വസിച്ച ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല, ഇവളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ദുഷ്ടതരം ഉണ്ടാകുമെന്ന് ഞാനും ചിന്തിച്ചിട്ട് പോലുമില്ല, ഇവൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം അവിടെ ഒരു നല്ല അങ്ങ് ചമയാണ്. അപ്പോൾ ഇതൊക്കെ ആ ഉർവശി അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മകൻ എനിക്ക് നന്നായിട്ട് അറിയാം, അവനെ എത്രക്കാരനാണ് എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് മുന്നേ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളും ഒന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾ രണ്ടാളും തമ്മിൽ എന്തൊക്കെയോ അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ. എന്നിട്ട് ആ സമയത്ത് എടി നീ എന്താണ് എന്നോട് അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ കണിമംഗലത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുന്നത് നിന്നോട് ഗൗതമാണെന്ന്, ഇപ്പം നീ പറയുന്നു ഗൗതം ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയെന്ന്, ഇതിൽ ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്, നീ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നതൊക്കെ വിശ്വസിക്കാനല്ലേ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ പെരുമാറിയ ആ ഒരു എഫക്റ്റ് മൊത്തം ഈ കൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ ചെയ്ത തെറ്റുകൾക്ക് മൊത്തം പണി വരുന്നത് ഇപ്പോൾ കൽപ്പനയ്ക്ക് ഇപ്പോഴാണ്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരയാണ്. കാരണം ആർക്കും അവളെ സഹായിക്കാൻ കഴിയില്ല, കാരണം അവൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് അവൾ തന്നെ അനുഭവിക്കണം എന്നുള്ള മട്ടിൽ അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ രാധികയും വരുണും കൂടിയിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അവർ ആ പനി പിടിച്ച ആ ഒരു എഫക്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ കഞ്ഞി കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് ആ ഒരു കഞ്ഞി ഒന്ന് കൊടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അങ്ങ് അനുഭവപ്പെടുകയാണ് ആ ഭക്ഷണം അങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് മര്യാദക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി അങ്ങ് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ രാധിക വരുണും കൂടിയിട്ട് പറയുന്നുണ്ട്, അത് ഈ ഡോക്ടർ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കനമുള്ള ആഹാരമൊന്നും കഴിക്കണ്ട, കനമില്ലാത്ത കട്ടിയില്ലാത്ത എന്തെങ്കിലും ആഹാരം കഴിക്കണമെന്ന്, അതുകൊണ്ട് മുത്തശ്ശി ഇപ്പോൾ കഞ്ഞി കുടിക്ക്, എന്നിട്ട് ഈ പനിയും എല്ലാം മാറി ഉഷാറായിട്ട് നമുക്ക് കട്ടിയുള്ള ആഹാരമൊക്കെ കഴിക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ജയഭാരതി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ കനമില്ലാത്ത ആഹാരം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇനി ആറ്റുവാശ്ശേരി സദ്യയൊന്നും കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ തന്നെ രാധിക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി യാതൊരു ടെൻഷൻ അടിക്കണ്ട, മുത്തശ്ശിക്ക് ഈ ആറ്റുവാശ്ശേരി സദ്യ ഒക്കെ കഴിക്കാം, ആരാ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, പക്ഷേ ഇപ്പോൾ ഈ കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല എനർജിക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആറ്റുവാശ്ശേരി സദ്യയൊക്കെ കഴിച്ചിട്ട് മുത്തശ്ശി തന്നെ അല്ല അഭിപ്രായം പറയേണ്ടത് എൻ്റെ ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന്, അപ്പോൾ ആ അഭിപ്രായം എനിക്ക് കേൾക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക അങ്ങ് പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി വീണ്ടും ടെൻഷൻ ആവുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം, അതും ആ കണിമംഗലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ലേ, ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട, ആ മനസ്സൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പോവാം, നമുക്ക് ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തങ്ങ് ജീവിക്കാം, ഇപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങ് ആസ്വദിക്കാം മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് അങ്ങ് പറയണം. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് ശരിയാടാ, ഞാൻ എന്തിനാ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, ഞാൻ ഇനി അതൊന്നും ചിന്തിക്കുന്നില്ല, നമുക്ക് ഇവിടെ അങ്ങ് എൻജോയ് ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങ് ആസ്വദിക്കുക, പിന്നെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാകുന്ന സമയത്തോളം കാലം ഞാൻ ഭയങ്കര സന്തോഷവതിയായിരിക്കും, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ കൈയും അങ്ങ് കൂട്ടി അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇവിടെ അങ്ങ് ആസ്വദിച്ച് അങ്ങ് ജീവിക്കാം, കാരണം ഇനി നിങ്ങളെങ്ങനെ വേർപെട്ട് കാണാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട്. അപ്പം ഈ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി ഒരൊറ്റ ആൾ കാരണമാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാനുള്ള കാരണം, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ എന്നും മുത്തശ്ശി ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷത്തിലാക്കി മാറ്റാൻ അങ്ങ് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്.
പിന്നെ നമ്മുടെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അവരുടെ ആ ഒരു ഫ്ലാറ്റിൽ അങ്ങനെ അവരുടെ സമയം എങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഇന്ന് എന്തായാലും ഫ്രീ ദിവസമാണ്, പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത ദിവസമല്ലേ, ഒഴിവ് ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് ഇന്ന് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ നീ ഏതെങ്കിലും നല്ലൊരു സ്പോട്ട് നോക്കടി, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അവൻ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് ഇവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മുത്തശ്ശി പോകാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാം എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ തന്നെ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് ഈ ലോകം മൊത്തം ഉണ്ടല്ലോ, നമ്മളതിന് എങ്ങോട്ടാണ് ഏതെങ്കിലും ഒരു സ്ഥലം കാണാനൊക്കെ പോയത്, കാരണം നമ്മൾ എവിടെയും പോയിട്ടില്ല, നമ്മൾ ആകെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആറ്റുവാശ്ശേരിയും പിന്നെ അമ്പലനട, പിന്നെ അതിൻ്റെയൊക്കെ ഇടയിലൂടെ അങ്ങനെ നടക്കാനുള്ള വഴി, അതല്ലാതെ പിന്നെ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്. ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ ആകെ ഉണ്ടായിരുന്നത് ദേവനായിരുന്നു. ദേവനാണെങ്കിൽ നമ്മളെ എങ്ങോട്ടും കണ്ടുപോകാനും ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നല്ല പ്രായങ്ങളൊക്കെ അങ്ങനെ നശിച്ചു പോയല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ജീവിതം മൊത്തം ആ അമ്പലനടയിലൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് പറയണം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല മുത്തശ്ശിക്ക് ഇനി ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ തൊഴാൻ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിന്, എനിക്കങ്ങനെ യാതൊരു ആഗ്രഹമില്ല, നീ വല്ല നല്ല സ്പോട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയും, നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ. ഞാൻ ഈ അമ്പലനടയിലെ ഒരുപാട് കാലം ഇങ്ങനെ ഈ ദേവൻ്റെ കൂടെ അങ്ങ് ജീവിച്ചിരുന്ന സമയത്തൊക്കെ പോയതാണ്, ഒരുപാട് അമ്പലത്തിലൊക്കെ പോയി അലഞ്ഞ് നടന്നതാണ്, എന്നിട്ട് എന്തേ എനിക്കൊരു യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല, ഒരു ഗുണവും ഇല്ലാതെ വെറുതെ എൻ്റെ ടൈം അങ്ങനെ വേസ്റ്റായി പോയി. ഇനി എന്തായാലും ഞാൻ ആ ടൈമൊന്നും വേസ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ഈ ജീവിതം അങ്ങ് ആസ്വദിക്കാം, എന്തായാലും നല്ലൊരു സ്പോട്ട് അങ്ങ് നോക്ക്, നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്പോട്ട് നോക്ക് എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്കനോട് അങ്ങ് സുകുമാരി മുത്തശ്ശി പറയാണ്. അങ്ങനെ അവർ ആ ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുന്ന സമയത്താണ് പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരു കോൾ അങ്ങ് വരുന്നത്. അപ്പോൾ അവർ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, ആണോ, എപ്പോൾ, ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഫോൺ അങ്ങ് വെക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരാടി വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശി, നമ്മുടെ ആറ്റുവാശ്ശേരിയുടെ ആ അരികിലുള്ള വീടില്ലേ, ആ ലക്ഷ്മി ചേച്ചിയാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഓ അവളുടെ ഭർത്താവും അല്ലേ കുറച്ച് കാലം മുന്നേ സീരിയലിലൊക്കെ അഭിനയിക്കാനൊക്കെ പോയിരുന്നു, അവളുമാണെങ്കിൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കാനുള്ള സിനിമ ഷൂട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ മെല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുമോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കും എന്നൊക്കെ ഈ സുകുമാരി മുത്തശ്ശി പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിനോട് പ്രിയങ്ക പറയുന്നുണ്ട്, അതിനൊന്നും വേണ്ടി വിളിച്ചതൊന്നും അല്ല എൻ്റെ മുത്തശ്ശി എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അങ്ങനെ അതറിഞ്ഞിട്ട് വേണമെങ്കിൽ കടം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും, ഒന്നിനും ഒന്നും കൊടുക്കരുത്, അവർക്ക് ആർക്കും ഒന്നും കൊടുക്കണ്ട, അങ്ങനെ അവരിങ്ങനെ നെളിയണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശി വീണ്ടും അങ്ങനെ പറയണം. അപ്പോൾ വീണ്ടും ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി അതിനൊന്നും അല്ല വിളിച്ചത്, നമുക്കൊരു ഗുണമുള്ള കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ പറയണം. അപ്പം തന്നെ ഈ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് ഗുണമുള്ള കാര്യത്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അതേ നമ്മുടെ ആറ്റുവാശ്ശേരിക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഗസ്റ്റോ, അത് വേണമെങ്കിൽ ഈ വരുണിൻ്റെ ആരെങ്കിലും ആയിരിക്കും, വരുൺ ഇപ്പം അവിടെ അല്ല താമസം, അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകും എന്നൊക്കെ പറയണം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അവരൊന്നും അല്ല, വേറൊരു ഗസ്റ്റാണ് വന്നിട്ടുള്ളത്, അത് നല്ല ഗസ്റ്റ് തന്നെയാണ്, കണിമംഗലം ജയഭാരതി എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക അങ്ങ് പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അവരെന്തിനാ ആറ്റുവാശ്ശേരിക്ക് വരുന്നത്, ഇനി കണിമംഗലത്തിൽ നിന്ന് അങ്ങനെ അടിച്ചോ ഓടിച്ചോ അവരെ അവിടെ നിന്ന് അങ്ങ് പുറത്താക്കി കാണുമോ, അപ്പോൾ അഭയാർത്ഥിയായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കാണല്ലേ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ മോളെ, കാരണം ഈ ജയഭാരതി മുത്തശ്ശി എന്ന് പറയുന്നത് നിന്നെ ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തിയതാണ് കണിമംഗലത്തിൽ നിന്ന്, നിന്നെ ഒറ്റക്കല്ല നമ്മൾ രണ്ടുപേരും അവിടെ ഇട്ട് അങ്ങ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പിന്നെ അവർ കാരനാണ് ആ രാധിക നിൻ്റെ മെക്കിട്ട് കയറിയിരുന്നത്, അത് ആ കണിമംഗലത്ത് നിന്ന് ആ രാധികനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് അവരായിരുന്നു, അതുകൊണ്ട് അവർ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ പകരം വീട്ടാൻ പറ്റിയൊരു സമയം തന്നെയാണിത്, നമുക്ക് ഇനി ആറ്റുവാശ്ശേരിക്ക് അങ്ങ് വെച്ച് പിടിച്ചാലോ, അവർക്കുള്ള പകരം വീട്ടി അവരെ നാണം കെടുത്തി ആ ആറ്റുവാശ്ശേരിയിൽ നിന്ന് അങ്ങ് പുറത്താക്കാൻ നമുക്ക് പറ്റിയ അവസരമാണിത് എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങ് പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി അതൊക്കെ ശരി തന്നെയാണ്, നമ്മളെന്തായാലും നല്ലൊരു സ്പോട്ടിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇത്രയും നല്ലൊരു സ്പോട്ടായിരിക്കും ഞാൻ ചിന്തിച്ചിട്ട് കൂടി ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇത്രയും നല്ല സ്പോട്ട് തന്നെയാണ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര ഈ ആറ്റുവാശ്ശേരിക്ക് തന്നെ ആക്കാം, എന്നിട്ട് അവരവിടെ നിന്ന് നാണം കെടുത്തി പുറത്താക്കാൻ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇനി ആറ്റുവാശ്ശേരിക്ക് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നേരം വെളുത്തപ്പോൾ തന്നെ പിന്നെ രാധിക ഭക്ഷണ പൊതികളൊക്കെ കൊണ്ട് ഇങ്ങനെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ വരുണും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ പിന്നാലെ തന്നെ ഉണ്ട്.
യശോദയും കൂടിയിട്ട് ഈ രാധികനോട് ചോദിക്കുന്നുണ്ട്, വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തില്ല മോളെ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് എന്തായാലും ഞാൻ പോയി വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം അങ്ങ് പറയുന്നുണ്ട്. അതെ, നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, പറ കേൾക്കട്ടെ, എന്താ നടക്കുമെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു പ്ലാനാണ്. നമ്മളിപ്പോൾ ഈ ഭക്ഷണ പൊതികളൊക്കെ തുടങ്ങുന്ന ബിസിനസ് തുടങ്ങിയില്ലേ, അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഓർഡറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഈ രാധിക തന്നെയല്ലേ. അപ്പോൾ നിനക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറാൻ എന്തായാലും പറ്റത്തില്ല, നീ തന്നെ പാചകം ചെയ്യേണ്ടി വരും. പിന്നെ നിന്നെ സഹായിക്കാനാണെങ്കിൽ ഇതാ യശോദാമ്മ ഉണ്ട്, യശോദാമ്മനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല, അതിനുള്ള സഹായം നിങ്ങൾ രണ്ടുപേര് തന്നെയാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിക്ക് പിന്നെ വേറെ ആരും വരാനൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഈ ഓർഡറൊക്കെ എടുക്കലാണ്. ഈ കോളുകളൊക്കെ വരുന്ന സമയത്ത് ഓർഡർ എടുക്കുന്നത്, അത് എഴുതി വെക്കുന്നത്, നിങ്ങളോട് പറയുന്നത്, അതിനൊക്കെ പിന്നെ അച്ഛനും ഉണ്ട്. അപ്പോൾ അച്ഛൻ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും ആളുകളുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭക്ഷണ പൊതികളൊക്കെ ഇനി ഞാൻ തന്നെ അങ്ങ് വിതരണം ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രാധിക എനിക്ക് അക്കാര്യത്തിൽ കഷ്ടപ്പെടുന്നു വേണ്ട. ഇനി ഞാൻ ഇവിടെയുള്ള എല്ലാ വീട്ടിലേക്കും ഭക്ഷണ പൊതികളൊക്കെ കൊണ്ടുപോയി കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഏകദേശം ഇവിടെ അടുത്തുള്ള വീടുകളെ കുറിച്ചൊക്കെ എനിക്ക് ധാരണയൊക്കെ ഉണ്ട്, ആരുടെ വീടൊക്കെയാണ് എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഈ പണി ഏറ്റെടുത്താലോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ എനിക്ക് ഉള്ളത് എന്നുള്ളത് ഈ വരുණ അങ്ങ് പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചതാണ്. അതുകൊണ്ട് മോൻ ഇപ്പോൾ ഈ പണി ഒന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് കഴിയാവുന്ന ഒരു പണി തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ഓർഡറുകളൊക്കെ അല്ലേ ഉള്ളൂ, അതൊക്കെ ഇപ്പോൾ എനിക്ക് തന്നെ ഒറ്റയ്ക്ക് അങ്ങ് ഹാൻഡിൽ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങാനും വലിയ ഓർഡറുകളൊക്കെ വന്ന് ഒരുപാട് ആളുകളൊക്കെ ആകുന്ന സമയത്ത് വേണമെങ്കിൽ അപ്പം നമുക്ക് നോക്കാം, ഇപ്പം നിങ്ങളതൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണ പൊതികളൊക്കെ എടുത്തിട്ട് ആ വണ്ടി സ്റ്റാർട്ടാക്കി അവൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ വരുണ് പറയുന്നുണ്ട്, എന്താണിപ്പോൾ ഇത്, എന്നെ ആരും ഒരു ജോലിയും കൂടി ചെയ്യാൻ കഴിയുന്നുമില്ല, സമ്മതിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഒറ്റക്കായിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഒറ്റക്കല്ലല്ലോ, എൻ്റെ മുത്തശ്ശിയും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു ശരിയല്ലല്ലോ, ഞങ്ങളും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ ഞാൻ തോട്ടത്ത് പോയിട്ട് കുറച്ച് ഇല വെട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ ഈ യശോദാമ്മ പറയുന്നുണ്ട്, അയ്യോ മോൻ അതൊന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയതായിരുന്നു ഇപ്പോൾ ഇല വെട്ടാൻ വേണ്ടിയിട്ട്, അത് മോനൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ പിന്നെ വരുൺ അങ്ങ് ചെറുതായിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അപ്പം പറയുന്നുണ്ട്, എന്താ ഇത്, എന്നെ ഒരു ജോലിയും ചെയ്യാനൊന്നും അയക്കുന്നില്ല, ഞങ്ങൾ എന്താ ഇവിടുന്ന് ഒരു പുറത്ത് പോയ ഒരാളെ പോലെയാണ് നിങ്ങളൊക്കെ പെരുമാറുന്നത്. ഞങ്ങളിപ്പോൾ കണിമംഗലത്ത് വലിയ കുടുംബത്തിലൊക്കെ ഉള്ളവരായിരുന്നു, പക്ഷേ ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവരാണ്, ഒന്നും കയ്യിലില്ലാത്തവർ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എല്ലാ ജോലിക്കും അതിൻ്റേതായൊരു അന്തസ്സുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ യശോദാമ്മനോട് ഈ വരുൺ അങ്ങ് പറയണം. അപ്പോൾ യശോദാമ്മ ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, ഞങ്ങൾ നിങ്ങളെ നല്ല ബഹുമാനിക്കുന്നു ഒക്കെ ഉണ്ട്, മോൻ ഇങ്ങനെ ഒന്നും ചെയ്ത് ശീലം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട, കണിമംഗലത്തുള്ള ഇവർ ഇപ്പോൾ ഈ ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാത്തത്. എന്തായാലും മോൻ ഇത്രയും വലിയ ആഗ്രഹമുള്ള സ്ഥിതിക്ക് നീ തന്നെ പോയി ഇല വെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്തി എടുത്തിട്ട് അവൻ അങ്ങ് കൊടുക്കണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇപ്പം നല്ല തീരുമാനം എടുത്തത്, എന്തായാലും ഞാൻ ഈ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇല വെട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അങ്ങ് പോവാണ്. യശോദാമ്മ വീട്ടിൻ്റെ അകത്തേക്കും അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ പുറത്ത് റോട്ടിൽ കാറിലിരുന്ന് കൊണ്ട് നമ്മുടെ സുകുമാരൻ മുത്തശ്ശിയും പ്രിയങ്കയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അല്ല എവിടേക്കാണ് വരുണ് പോകുന്നത്, കത്തിയും കൊണ്ടാണല്ലോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക പറയുമ്പോൾ ഈ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, എടി അവൻ്റെ കയ്യിൽ കത്തി കണ്ടില്ലേ, അവരാണെങ്കിൽ ഇപ്പം ഭക്ഷണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അല്ലേ, അപ്പോൾ ഇല വെട്ടാൻ വേണ്ടി പോകുന്നതാണ്, അതും ആ യശോദാമ്മ പറഞ്ഞു വിടുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എടി നിനക്കറിയോ ഈ രാധിക എന്ന് പറയുന്നത് അവനെ ഇപ്പം ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വീട്ടിൽ ഇവൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചല്ലേനോ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവനെ കൊണ്ടും അവൾ ജോലി ചെയ്യിപ്പിക്കുകയാണ്. പക്ഷേ ഇവൾക്കൊരു ഗുണമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇവൾ ഇങ്ങനെ ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കുകയാണ് എന്നുള്ളത് ആ മണ്ടന് മനസ്സിലാകില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരതൊക്കെ കണ്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, ശരിയാണ് മുത്തശ്ശി, അവനിപ്പോൾ പുറത്തേക്ക് പോയി, രാധികയാണെങ്കിൽ ആ ഭക്ഷണപ്പൊതി കൊണ്ടുവരാനും വേണ്ടിയിട്ട് വിതരണമൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ടൈമും എടുക്കും. പിന്നെ അവിടെ വീട്ടിൽ ആകെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ അമ്മയും പിന്നെ ഈ ജയഭാരതി മുത്തശ്ശി മാത്രമാണ്. പിന്നെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ വീട്ടിലില്ല. അതുകൊണ്ട് അവർ ആരെങ്കിലും ഒരാൾ വീട്ടിലേക്ക് വരുന്നാൽ നമ്മൾ വിചാരിച്ച പ്ലാനുകളൊന്നും നടക്കില്ല. നമുക്ക് ജയഭാരതി മുത്തശ്ശിയെ ഒന്നും തോണ്ടാൻ പോലും കഴിയില്ല. അതുകൊണ്ട് അവരാരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആറ്റുവാശ്ശേരിക്ക് കയറിയിട്ട് ഈ ജയഭാരതി മുത്തശ്ശിയെ അവിടെ നിന്ന് അങ്ങ് ഇറക്കി വിട്ടാലോ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയണം. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാണ്, അവരാരെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ നമുക്ക് വേഗം വീട്ടിലേക്ക് അങ്ങ് കയറാം, എന്നിട്ട് അവർ നാണം കെടുത്തി അങ്ങ് പുറത്താക്കാം
എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് ഈ ആറ്റുവാശ്ശേരിക്ക് കയറി ചെല്ലുകയാണ്. പിന്നെ ഈ സേറയും ചന്ദ്രശേഖരനും അവർ ഈ റോഡ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിൻ്റെ മുന്നിൽ. അതും കൈയോട് കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു കപ്പിൾസ് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു മാസ്കും ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു ചെക്കൻ ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇയാളിങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഈ സേറനെയും ഈ ചന്ദ്രശേഖരനെയും ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ തന്നെ ഇവരെന്താ ഇവിടെ സംസാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ചെക്കൻ അങ്ങ് ഒളിഞ്ഞ് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സേറയും ചന്ദ്രശേഖരനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഈ സേറനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ത് രസമാണെന്നോ, എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പോകാനേ തോന്നുന്നില്ല എന്നൊക്കെ സേറനോട് പറയുന്നത്. അപ്പോൾ സേറ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത്രയും സ്വീറ്റാണ് എൻ്റെ സംസാരം എന്നൊക്കെ ഇങ്ങനെ ഈ സേറ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ആ പറയാനുണ്ടോ, ഭയങ്കര രസമാണ് നിൻ്റെ സംസാരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, എന്താ പിന്നെ നമുക്ക് ഈ ബിസിനസ് മീറ്റ് ഒന്നും പങ്കെടുക്കണ്ട, നമുക്കിങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയി ഇങ്ങനെ കറങ്ങി നടക്കുക എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരനോട് പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അയ്യോ പക്ഷേ ഇന്നത്തെ ബിസിനസ് മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യാതെ പറ്റത്തില്ല, ഞാൻ എന്തായാലും അത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം, നീ എന്നെ വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സേറ പറയുന്നുണ്ട്, അങ്ങനെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചിരിക്കും, സേറ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ചെയ്തിരിക്കും, അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തായാലും വിളിക്കാം, നീ എന്തായാലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഇവന് ഈ ചന്ദ്രശേഖരനെ ആ കാറും എടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം സേറ അവളുടെ കാറ് കയറാൻ നേരെ ഈ മാസ്ക് ഇട്ട് അവനെ ഈ മുന്നിലേക്ക് അങ്ങ് വരികയാണ് സേറയുടെ. അപ്പോൾ സേറ ഇതാരാണ് എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ മാസ്കും ആ കൂളിംഗ് ഗ്ലാസ്സും അങ്ങ് അയക്കുമ്പോൾ അത് ബെഞ്ചമിൻ ആയിരിക്കും. അപ്പോൾ ബെഞ്ചമിൻ ഇങ്ങനെ സേറനെ നോക്കിയിട്ട് നിനക്ക് എന്താണ് ഇവിടെ പണി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സേറ പറയുന്നുണ്ട്, ബെഞ്ചമിൻ നീ എന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്, അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഞാനേ കുറച്ച് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്, അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്, നീ ചന്ദ്രശേഖരനെ സഹായിക്കണം എന്ന് അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, അതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിനായിരിക്കും നീ അവൻ്റെ പിന്നാലെ പോയത് എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സേറ പറയുന്നുണ്ട്, ശരിയാ ഞങ്ങൾ പ്രണയത്തിലാണ് എന്നങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ ഈ ബെഞ്ചമിൻ അങ്ങ് ഞെട്ടുന്നുണ്ട്, സേറ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ഞെട്ടാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പ്രണയത്തിലാണെന്ന്, ആ ചന്ദ്രശേഖരൻ വിചാരിച്ചത് ഞാനും അവനും ഭയങ്കര പ്രണയത്തിലാണെന്നാണ്. നിനക്കറിയോ, എനിക്കെന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്നും അതും ഒരുപാട് പണക്കാരുടെ കയ്യിൽ നിന്നും എനിക്ക് പ്രപ്പോസൽസ് വന്നതാണ്, അതും നല്ല പ്രായമില്ലാത്ത ചെറുക്കന്മാരുടെ കയ്യിൽ നിന്ന്. പക്ഷേ ഞാനിപ്പം ഈ കിളവനെ തന്നെ അങ്ങ് സെലക്ട് ചെയ്തത് നീ എന്തിനാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ പണം ഉണ്ടെങ്കിലും ആ കിളവനെ ഞാൻ എന്തിനാണ് സെലക്ട് ചെയ്തതെന്നതിൽ നിന്ന് നല്ലൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് ആ കണിമംഗലത്ത് അങ്ങ് കയറി കൂടിയിട്ട് അവിടുന്ന് എനിക്കൊരു പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരാളോട് എനിക്ക് പകരം വീട്ടാനുണ്ട്, ആ പകരം വീട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചത് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പം തന്നെ ഈ ബെഞ്ചമിൻ ചോദിക്കുന്നുണ്ട്, പകരം വീട്ടാൻ ആരോടാണ് നിനക്ക് പകരം വീട്ടേണ്ടത് അവിടെ എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിൻ പറയണം. അപ്പോൾ സേറ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ ചെയ്ത് കഴിയുന്നതിന് മുന്നേ ആരോട് ഞാൻ ഷെയർ ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ആരോടാണ് പകരം വീട്ടുന്നത് എന്നൊക്കെ ഈ ചന്ദ്രശേഖരനെ ഉപയോഗിച്ച് ഞാൻ അങ്ങ് തീർക്കുന്നുണ്ട്. ആ പകരം വീട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ പറയും ഞാൻ ആരോടാണ് പകരം വീട്ടിയത് എന്നുള്ള കാര്യം, അതുവരെ ഞാൻ പറയില്ല എന്നുള്ളതങ്ങ് ഈ സേറ അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ബെഞ്ചമിനോട് പോകാൻ പറഞ്ഞിട്ട് ഈ സേറ അങ്ങ് പോവുകയാണ്. പിന്നെ എപ്പിസോഡ് എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും ഈ പ്രിയങ്കയും ചേർന്നിട്ട് നമ്മുടെ ജയഭാരതി മുത്തശ്ശി അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ അങ്ങ് നാണം കെടുത്തി വിടുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് ഇറക്കി വിടാൻ നോക്കുകയാണ്. പിന്നെ അങ്ങോട്ട് വരുണും ഈ രാധികയും എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശിനെ കൊണ്ട് അവരൊക്കെ ഇറങ്ങാനൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും ഭയങ്കര അവരുടെ അവർ വിചാരിച്ച കാര്യം നടന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ മുഖത്തുണ്ട്. ആ സമയത്ത് ദേവൻ അങ്ങ് കയറി വരുന്നൊക്കെ ഉണ്ട്. ഇനി ദേവൻ അവരുടെ ആ യാത്ര മുടക്കുമോ, അവരെ പുറത്ത് ആക്കിയത് അവരെ അങ്ങ് തടയാൻ കഴിയും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.